ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിലിൽ കണ്ട പോലെ ഇന്ന് നമുക്കൊരു ഹെയർ കെയർ വീഡിയോ ആണേ. നമ്മുടെ ഹെയറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് കയ്യോന്നിയാണ്. നമ്മുടെ വീട്ടിലും തൊടിയിലും നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ ഈ കയ്യോന്നി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കയ്യോന്നി അതിനായിട്ട് ആവശ്യമുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് ചതച്ചൊക്കെ എടുക്കണം. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ എനിക്കിവിടെ കുറച്ച് മാത്രമേ കയ്യോന്നി കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഉണക്കായതുകൊണ്ട് തന്നെ കയ്യോന്നിയുടെ ലഭ്യത കുറച്ച് കുറവാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കറ്റാർവാഴ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കടയിൽ നിന്ന് മേടിക്കുന്ന കറ്റാർവാഴയേക്കാളും നല്ലത് എന്തുകൊണ്ടും ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാനായതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഉള്ള കറ്റാർവാഴ തന്നെ യൂസ് ചെയ്യുക. ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അല്പം വെള്ളം ചേർത്താണ് കേട്ടോ ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കയ്യോന്നി ശകലമേ കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പം കുറച്ച് വെള്ളം കൂടെ എടുത്ത് ഞാൻ അത് നന്നായിട്ട് അടിച്ചെടുത്ത് ഒരു അരിപ്പ വെച്ച് നന്നായിട്ട് അരിച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തലയിൽ അതിൻ്റെ വേസ്റ്റ് ഒന്നും ഇരിക്കത്തില്ല. നമ്മുടെ ഹെയറിലുണ്ടാകുന്ന സ്പ്ലിറ്റൻസിന് നന്നായിട്ട് ഇത് വർക്ക് ചെയ്യും കേട്ടോ. ഇതിൻ്റെ കൂടെ അല്പം ഹണിയും കൂടെ ചേർത്ത് സ്പ്ലിറ്റൻസ് ഉള്ള ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഞാൻ തലയിൽ തേക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ വെച്ച് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു പാക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ എണ്ണ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നും എണ്ണ തേക്കുന്നത് നല്ലതല്ല എങ്കിലും എനിക്ക് എണ്ണ തേച്ചില്ലെങ്കിൽ പൊതുവേ തലവേദന വരാറുണ്ട്. അപ്പോൾ ഞാൻ എന്നും എണ്ണ തേക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്കങ്ങ് ഒരുപാട് പറന്ന് കിടക്കുന്ന മുടിയേക്കാളും ഇഷ്ടം മുടിയിൽ അല്പം എണ്ണയുള്ളത് തന്നെയാണ്. അപ്പോൾ എൻ്റെ മുടിയിൽ എപ്പോഴും ഒരു ഓയിൽ കണ്ടൻറ്റ് കാണും. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഞാൻ ഹെയർ പാക്ക് ഇടുമ്പം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പാക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് വലിയ തിക്കൊന്നുമില്ലല്ലോ, വെള്ളം പോലെ ഇരിക്കുന്നതായതുകൊണ്ട് നമ്മുടെ തലയിൽ സ്കാൽപ്പിലൊക്കെ എല്ലായിടത്തും എത്തിക്കോളും. പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മുടിയുടെ തുമ്പത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണേ. ഒരു വീക്ക്ലി 2 ഒക്കെ തേച്ച് കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. കയ്യൊന്നിയൊന്നും ഒരു തരത്തിലുള്ള കെമിക്കലൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മുടെ ഹെയറിന് അത്രത്തോളം നല്ലതാണ്. നമ്മുടെ തലയിൽ ഒരു തണുപ്പ് തരാനും തലമുടിക്ക് കറുപ്പ് കിട്ടാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് കൂടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ കയ്യോന്നിയൊക്കെ ഇടിച്ച് പിഴിഞ്ഞത് തലയിലിടുമ്പോൾ മാക്സിമം ഒരു പഴയ ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. പിന്നെ ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കയ്യോന്നിയുടെ കറ പോകാൻ ഇത്തിരി പാടാണ്. അത്രേ ഉള്ളൂ കേട്ടോ. ഈ നമ്മുടെ പാക്കൊക്കെ നന്നായിട്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഒരു 20 മിനിറ്റിന് ശേഷം ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്യും. ഷാമ്പു ഒന്നും ഉപയോഗിക്കാതെ നോർമൽ വാഷാണ് ചെയ്യാറ്. അപ്പോൾ ഇത് എന്നൊന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും മാക്സിമം എല്ലാവരും ഒന്ന് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഹെയറിൽ അത്രത്തോളം മാറ്റം കൊണ്ടുവരാൻ ഇതിന് കഴിയുന്നതാണ് കേട്ടോ. അപ്പം സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ മുടിയുടെ തുമ്പത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ മുടിയിൽ സ്പ്ലിറ്റൻസ് ഇല്ല എങ്കിലും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാനിതെൻ്റെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒലിച്ച് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് തലയിലൊക്കെ ആയിട്ട്. ഇനി ഇത് ഞാനൊന്ന് കെട്ടി വയ്ക്കുകയാണ്. ഒരു 20 മിനിറ്റിന് ശേഷം ഞാൻ ഇതിന് കഴുകി കളയും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വലിയ പണിയൊന്നും ഇല്ലാത്ത ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ കാണിച്ചു തന്നത്. നമ്മുടെ ഹെയറിന് അത്രത്തോളം യൂസ്ഫുള്ളാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള വേറെ വീഡിയോസ് കിടപ്പുണ്ട്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.